ഹലോ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ചെറിയ പഴം വെച്ച് ഇതുപോലൊരു ഡ്രിങ്ക് കഴിച്ച് നോക്കിനോ നിങ്ങൾ? പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നമ്മളെ വയറും നല്ല പോലെ ഫില്ലാവും. ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഇതിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് പെട്ടെന്ന് റെസിപ്പിയിലോട്ടേക്ക് പോകും. അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ചെറിയ പഴമായിട്ട് എടുത്തത് കദളിപ്പഴമില്ലേ, അതാണ്. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ട് ഒരു 5 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ ഒരു 3 അത്രയൊക്കെ മതി കേട്ടോ. ഇനി കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അധികം പഴുത്തത് എടുക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല പോലെ തണുത്ത പാലില്ലേ, അത് ഒരു 1.5 കപ്പോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല എന്താ പറയുക, ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ച പാലാട്ടോ. ഭയങ്കര തണുപ്പുണ്ടായതിന്. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇതാട്ടോ, 5 രൂപയുടെ ബൂസ്റ്റ് പൊടിയില്ലേ, അതാണ്. നിങ്ങൾ അഥവാ ബൂസ്റ്റ് അല്ലെങ്കിൽ ഹോർലിക്സിൻ്റെ പാക്കില്ലേ, അതും എടുക്കാം കേട്ടോ. രണ്ടും ഇട്ടാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് കുറച്ച് കാഷ്യൂസും ബദാമും കൂടി എന്താ പറയുക, നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാട്ടോ. അത് ബദാമിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല പോലെ അടിച്ചെടുക്കുക കേട്ടോ. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ നല്ല പോലെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക, ഇതേപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് ആപ്പിളില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് കസ്കസില്ലേ, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാനിപ്പോൾ വാനിലേൻ്റെ എസൻസ് ആട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ പറയുക, പിസ്ത ഉണ്ട്, ബദാം ഉണ്ട്, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കുക. പക്ഷേ ഇങ്ങനെ എസൻസ് അളവ് കൂടി പോകരുത് കേട്ടോ. അപ്പോൾ ഒരുമാതിരി കുത്തുന്ന ടേസ്റ്റ് വരും. അതുകൊണ്ടൊരു കുറച്ച് മതി. ഇനിയിപ്പം അതൊക്കെ കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഫ്രൂട്ട്സും കസ്കസും ഒന്നും ഇട്ടില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റ് തന്നെ കേട്ടോ. അത് കഴിക്കാൻ നമ്മൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ട, ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി നല്ലൊരു എന്താ പറയുക, റിഫ്രഷിങ് ആയിട്ടുള്ള ഫീൽ കിട്ടും. നല്ല തണുപ്പാകുമല്ലോ, അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അത്രയും നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ഫീൽ കിട്ടുമല്ലോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വെച്ചിട്ടുള്ള ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്